DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയത്തും വരാമെന്നിരിക്കെ മാർച്ച് മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ വിതരണം തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുന്നതുമൂലം തടസ്സപ്പെടാതിരിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ കൂടാതെ ഇലക്ഷൻ നടപടികൾ തുടരുവാൻ സാധ്യതയുള്ള ഏപ്രിൽ, മെയ് എന്നീ 2 മാസങ്ങളിലെ ക്ഷേമ പെൻഷന്റെ വിതരണ ഉത്തരവും സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. വിഷു പ്രമാണിച്ച് മാസാവസാനത്തിന് പകരം മാസത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിലൊക്കെ ക്ഷേമ പെൻഷൻ വിതരണം നടത്താവുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് സർക്കാർ ഇപ്പോൾ മുൻകൂട്ടി കണ്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ കൂടാതെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നിവയുടെ വിതരണത്തിനും സർക്കാർ മുൻകൂട്ടി പ്രത്യേകം ഉത്തരവുകൾ ഇറക്കുവാനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് അറിയുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുന്നത് തടസ്സമാകാതിരിക്കുവാൻ മാർച്ച് 2-ാം തീയതി തന്നെ ധനകാര്യ വകുപ്പ് 2026 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അതത് മാസങ്ങളിൽ വിതരണം നടത്തുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിനാൽ ഇനി വരും ദിവസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും മാർച്ച് മുതലുള്ള 3 മാസങ്ങളിൽ തടസ്സമൊന്നുമില്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നതാണ്. ഓരോ മാസവും 2000 രൂപ തന്നെയായിരിക്കും വിതരണം ചെയ്യുക. കുടിശ്ശിക ഒന്നുമില്ലാത്തതിനാൽ ഈ വർഷം തനത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക മാത്രമാണ് വിതരണം നടത്തിപ്പോകുന്നത്. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോഴും സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതി ഫെബ്രുവരി പെൻഷൻ വിതരണം ആരംഭിച്ചുവെങ്കിലും കൈകളിലേക്കുള്ള വിതരണം ഇപ്പോഴും അവസാന ഘട്ടത്തിലാണ്. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം റംസാനൊക്കെ പ്രമാണിച്ച് മാർച്ച് 15-ന് ശേഷം ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ മാർച്ച് 25-നോടടുത്തായിരിക്കും ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടാവുക. അതുപോലെ ഏപ്രിലിൽ വിഷു വരുന്നതുകൊണ്ട് മുൻവർഷങ്ങളിലെ പോലെ ഏപ്രിൽ 10-ന് ശേഷവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഏപ്രിലിലോ മെയ്യിലോ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിന് തൊട്ടു മുൻപായി പെൻഷൻ വിതരണം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. മാസത്തിലെ ഏത് ദിവസവും പെൻഷൻ വിതരണം നടത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള ഉത്തരവാണ് ധനവകുപ്പ് ഇപ്പോൾ മുൻകൂട്ടി ഇറക്കിയിരിക്കുന്നത്. തടസ്സമില്ലാതെ അടുത്ത 3 മാസവും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന ആശ്വാസമാണ് 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന 60 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഗുണഭോക്താക്കൾ ഈ വർഷത്തെ പുനർവിവാഹിത അല്ലെങ്കിൽ വിവാഹിതയായിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം ഇതുവരെ നൽകിയിട്ടില്ലെങ്കിൽ മാർച്ച് 31-നകം നൽകുവാൻ ശ്രദ്ധിക്കണമെന്ന കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ കൂടാതെ സർക്കാർ ഈ വർഷം മുതൽ ആരംഭിച്ചിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവും വരും മാസങ്ങളിൽ തടസ്സമില്ലാതെ നടക്കുന്നതാണ്. കഴിഞ്ഞ മാസം 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കായി ആദ്യമായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണത്തിന്റെ 2ാമത്തെ ഗഡു മാർച്ച് 15-ന് ശേഷം ഏത് ദിവസവും സംസ്ഥാനത്ത് വിതരണം ഉണ്ടാകാം. അതുപോലെ യുവജനങ്ങൾക്കായി ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ 2ാം ഗഡുവായ 1000 രൂപയുടെ വിതരണവും മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കും വർക്ക് ടു സ്കോളർഷിപ്പിനായും ഇനിയും ഗുണഭോക്താക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.